നമുക്കറിയാം ഈ പ്രദേശത്ത് ആകെ ആയികൾ ഇങ്ങനെ തിങ്ങിപ്പാർത്തിരിക്കുകയാണ്. ഈ ആയികൾ തിങ്ങിപ്പാർത്ത പ്രദേശമായതുകൊണ്ട് ഈ പ്രദേശത്തിനെ ആയിത്തിങ്ങൽ എന്ന് പറഞ്ഞു. പിന്നെ അത് ആയിത്തിൻകാൽ എന്ന് പറഞ്ഞു. കാരണം തമിഴിൽ കാലെന്ന് പറഞ്ഞാൽ തീരം എന്നാണ് അർത്ഥം. നമുക്കറിയാം ആറ്റിങ്ങലിൻ്റെ ഇരുവശങ്ങളിലും വാമനപുരം നദി, മാമമാറ്, വാമനപുരം നദി ഇങ്ങനെ ഒഴുകി ആ കൊല്ലമ്പുഴ വരികയാണ്, കൊല്ലമ്പുഴ കടവ് അങ്ങനെ ഒഴുകാണ്. അപ്പോൾ ആറ്റിങ്ങലിന് ചുറ്റും നദിയാണ്, 3 ഭാഗത്തും നദിയാണ്. അപ്പോൾ അങ്ങനെ ആ നദിയുടെ തീരപ്രദേശം എന്നുള്ള നിലയിൽ ഈ പ്രദേശം പിൽക്കാലത്ത് ആറിൻകാൽ എന്നറിയപ്പെട്ടു. ആറിൻകാല് പിൽക്കാലത്ത് ആറ്റിൻകാലായി, അത് വീണ്ടും മാറി ആറ്റുങ്കാലായി, പിന്നീട് ഈ ദീർഘം ലോപിച്ച് അത് ആറ്റുങ്കലായി. ഈ ആറ്റുങ്കലാണ് തുടർന്ന് ആറ്റുങ്ങൽ ആയി രൂപപ്പെടുന്നത്. ഇപ്പം ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് 60കളിൽ ആറ്റിങ്ങൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീൽ എഴുതിയിരിക്കുന്ന ATTUNGAL എന്നാണ്, ആറ്റുങ്ങൽ എന്നാണ്. ഇപ്പോൾ എൻ്റെ വീട്, കുടുംബ വീട് ചിറയൻകീഴ് റോഡിൻ്റെ സൈഡിലാണ്. അതിലൂടെ ചിറയൻകീഴിൽ നിന്ന് ആറ്റിങ്ങിലേക്കുള്ള ബസ്സിൻ്റെ ബോർഡ്, KSRTC ബസ്സിൻ്റെ ബോർഡ് ആറ്റുങ്ങൽ എന്നായിരുന്നു. അപ്പോൾ 60കളുടെ അവസാനങ്ങളോടെ ആയിരിക്കണം ആറ്റുങ്ങൽ എന്നുള്ള പ്രദേശം ആറ്റിങ്ങൽ ആയി രൂപപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഈസ് ഓർ മിനിമൈസേഷൻ എഫർട്ട് എന്ന് പറയുന്നൊരു തത്വമുണ്ട്. നമ്മുടെ അനായാസമായിട്ട് നമുക്ക് വാക്കുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ചുഴുപ്പുകളും ദീർഘങ്ങളും ഒക്കെ ഒഴിവാക്കും. ഇപ്പം നാക്കുകളുടെ ഒരു അനായാസമായ പ്രവർത്തനത്തിന് വേണ്ടി ചില പദങ്ങൾ നമ്മൾ ലളിതവൽക്കരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിട്ട് ആറ്റുങ്ങൽ ആറ്റിങ്ങലായി മാറിയതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ആറ്റിങ്ങലിൻ്റെ സ്ഥലനാമ ചരിത്രം നമ്മൾ ഓരോ ആറ്റിങ്ങൽക്കാരും അഭിമാനപൂർവ്വം ഓർത്തിരിക്കണമെന്നാണ് ഞാൻ ആമുഖമായി